അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10.4 ആണ് കേട്ടോ. എന്താ പറഞ്ഞത്? 2 സർക്കിൾസ് ഓഫ് റേഡിയൈ 5 സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ ഇന്റർസെക്ട് അറ്റ് 2 പോയിന്റ്. അപ്പൊ നോക്കുക, അതേ ഒരു സർക്കിൾ, ഇതാണ് ഈ കുഞ്ഞു സർക്കിളാണ് 3 സെന്റിമീറ്റർ, ഈ വലിയ സർക്കിളാണ് 5 സെന്റിമീറ്ററിൻ്റെത്. അതെന്ത് ചെയ്തു? 2 പോയിന്റ് ഇന്റർസെക്ട് ചെയ്തു. ദേ എയിലും ബിയിലും ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഈസ് 4 സെന്റിമീറ്റർ. അതായത് ദേ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 4 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ കോമൺ കോഡിന്റെ ലെങ്ത്. ഇതേണ്ടേ എ ബിയെ തമ്മിൽ കണക്ട് ചെയ്താൽ കിട്ടുന്ന കോഡ് ഇതിന്റെ ആളാണ്, ഇതിന്റെ ആളാണ്. അതായത് എ ബിയുടെ ലെങ്തിനെ കുറിച്ചാണ് ചോദ്യം. ക്ലിയർ ആയോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്കതേ ഫിഗർ ഒന്ന് നോക്ക്. നമ്മൾ എന്ത് ചെയ്തു? നമ്മള് പി എ കണക്ട് ചെയ്തു. പി എ എന്ന് വെച്ചാൽ എന്താ? 3 ആണ്. കാര്യം എത്ര റേഡിയസാ? ക്യു എ കണക്ട് ചെയ്തു. അതെത്ര? 5 റേഡിയസ് ആണ്. ഇനി എന്താണ്? പി ക്യു എന്ന് പറയുന്നത് മൊത്തത്തിൽ 4 ആണെന്ന് അവർ തന്നു അല്ലേ? പി ക്യു ഇസ് ഈക്വൽ ടു 4 ആണെന്ന് തന്നു. ക്ലിയർ? നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം മക്കളെ, നോക്കിക്കേ. എ ബി എന്ന് പറയുന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് പി ക്യു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോൺസെപ്റ്റ് ആണ്, പഠിച്ചോണം. ഒരു കോഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അത് സെന്ററിൽ കൂടി പാസ് ചെയ്തു. ഒരു കോഡിന് വരയ്ക്കുന്ന ബൈസെക്ടർ എവിടെ കൂടെ പോകും? സെന്ററിൽ കൂടെ പോവുകയും ചെയ്യും. അത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഇതെല്ലാം 90 ഡിഗ്രി ആണ്. ഈ കോഡിനെ 2 ഈക്വൽ പാർട്ട് ആക്കുകയും ചെയ്യുന്നുണ്ട്. ചോദ്യം എന്താണ്? ഇത് മൊത്തം എത്ര ആണെന്നല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ കുഞ്ഞു ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഏത് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായോ? പി എം എ. കണ്ടോ ആ കുഞ്ഞു ട്രയാങ്കിൾ? ഇത് അതിലെ പി എ എത്ര? 5 ആണെന്നറിയാം. എ എം എത്ര? അതറിയില്ല. പി എം എത്ര? പി എം എത്ര എന്നറിയത്തില്ല, പക്ഷെ പി ക്യു അറിയാം 4 ആണ്. അപ്പൊ ഞാൻ പറയുന്നു പി എം എന്ന് പറയുന്നത് ഒരു എക്സ് ആണെന്ന് വിചാരിക്കാം. ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ മക്കളെ? അപ്പൊ അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം എന്ത് എഴുതാം? ബേസ് സ്ക്വയർ പ്ലസ് ബേസ് എക്സ് ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡ് എത്ര? എ എം ഇസ് ഈക്വൽ ടു സോറി ഇവിടുത്തെ റേഡിയസ് എത്ര? 3. കുഞ്ഞു ട്രയാങ്കിൾ അല്ലായിരുന്നോ? ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ. ഇതിവിടെ നിൽക്കട്ടെ. സെയിം ടൈം അതിന് ഇപ്പറേ ഒരു ട്രയാങ്കിൾ എടുപ്പില്ലേ, അവനെ കൂടെ നമുക്ക് എടുക്കാം. ഈ ട്രയാങ്കിൾ എടുക്കുക. ഇതിന്റെ പേരെന്താണ്? ഇത് എം, ഇത് എ, ഇത് ക്യൂ. എ ക്യൂ എത്ര മക്കളെ? 5 ആണല്ലേ? ക്യൂ എം എത്ര? ക്യൂ എം അറിയത്തില്ല, പക്ഷെ മൊത്തം 4 ആണെന്നറിയാം. ഇത്രയും എക്സ് ആണെന്നറിയാം. 4ൽ നിന്ന് എക്സ് പോയാൽ എത്ര ഉണ്ട്? 4 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പൈതഗോറസ് എന്ന് പറഞ്ഞേ എത്ര വരും? ബേസ് സ്ക്വയർ പ്ലസ് ബേസ് എത്ര? 4 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡ് എത്ര? എ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. രണ്ട് ഇക്വേഷനിലും ആരുണ്ട് മക്കളെ കോമൺ ആയിട്ട്? എ എം സ്ക്വയർ ഉണ്ട് അല്ലേ? അതുകൊണ്ട് രണ്ട് ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യാൻ പോവായി. ആദ്യത്തെ ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. എങ്ങനെ? എ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഈ പ്ലസ് എക്സ് സ്ക്വയറോട് അപ്പുറം പോട്ടെ. 3 സ്ക്വയർ 9 ആയിരുന്നു. 9 മൈനസ് എക്സ് സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. സിമിലർലി ഇവിടെയും എ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു എഴുതാം. എ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ എത്ര? 25 മൈനസ് 4 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. റൈറ്റ് സൈഡ് എത്ര? 9 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 മൈനസ് 4 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അതായത് 9 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 മൈനസ് ബ്രാക്കറ്റിൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല എന്താ? എ സ്ക്വയർ മൈനസ് 2ab. 2ab എടുക്കുമ്പോൾ ഇവിടെ 8x ആകും. പ്ലസ് ബി സ്ക്വയർ. അതായത് ബ്രാക്കറ്റ് വയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 9 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 മൈനസ് 16 പ്ലസ് 8x മൈനസ് എക്സ് സ്ക്വയർ. എന്ത് കിട്ടും? 9 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര? 9 പ്ലസ് 8x മൈനസ് എക്സ് സ്ക്വയർ. നോക്കിക്കേ മക്കളെ,
ഈ +9 അപ്പുറം പോയാൽ -9 ആകും. 9ഉം 9ഉം കൂടി ക്യാൻസൽ ആയി പോകും. സിമിലർലി -x²ഉം ഇവിടുത്തെ -x² അപ്പുറം പോയാൽ +x² ആവും. ക്യാൻസൽ ആയി പോകും. ബാലൻസ് എത്ര ഉണ്ട്? 0 = 8x എന്ന് കിട്ടും. അതായത് x = 0/8 എന്ന് കിട്ടും. അതായത് x = 0 എന്ന് കിട്ടും. അവരുടെ ആവശ്യം എന്തായിരുന്നു? അവരുടെ ആവശ്യം ഈ കോഡിന്റെ മൊത്തം ലെങ്ത് കണ്ടുപിടിക്കാനാണ് അല്ലേ? അതായത് x കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? x കൊണ്ടുവന്ന് ഈ ഇക്വേഷനിൽ ഇട്ടാൽ am² കണ്ടുപിടിച്ചൂടെ? പറ. am² = 9 - 0². അതായത് am² = 9 അഥവാ am = 3. അവർ am നെ കുറിച്ചാണോ ചോദിച്ചത്? അല്ല, അവർ ab എത്രയാണെന്നാണ് ചോദിച്ചത്. ab യുടെ പ്രത്യേകത എന്താ? ഇതിന്റെ ഇരട്ടിയാണല്ലേ? കാര്യം ഇത് ബൈസെക്ട് അല്ലേ? ഇതിന്റെ ഇരട്ടി. ഇത് 3 ആണെങ്കിൽ ab എത്ര? 6. നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചൂടെ? ab = 2 ടൈംസ് ഓഫ് am ആണ്. അതായത് 2 × 3 ആണ്, അഥവാ 6 ആണ്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നമ്മൾ വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും കൺസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞത്? 3 girls, Reshma, Salma and Mandy, are playing a game by standing on a circle of radius 5 meter drawn in a park. ഒരു പാർക്ക് ഉണ്ട്. പാർക്കിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൽ ആര് നിൽക്കുന്നു? 3 പേര് നിൽക്കുന്നുണ്ട്. രേഷ്മ, സൽമ ആൻഡ് മാൻഡി. നമുക്കതേ ഇതാണ് ആ സർക്കിൾ എന്ന് വിചാരിക്ക്. 3 പേര് നിൽക്കുന്നല്ലേ? നമുക്ക് ആ 3 പേരെ ഒന്ന് നിർത്താം. ഇതാണ് നമ്മുടെ രേഷ്മ ആൻഡ് സൽമ മാൻഡി. 3 പേരായില്ലേ? അവരെന്ത് പറഞ്ഞു? സർക്കിൾ ഓഫ് റേഡിയസ് തന്നിട്ടുണ്ടല്ലേ? റേഡിയസ് എന്താണ്? 5. ഇതാണ് സെൻറ്റർ എന്ന് വിചാരിക്കുക. ഇതാണ് രേഷ്മ ആൻഡ് സൽമ ആൻഡ് മാൻഡി. ഓക്കെ, എന്തുവാ പറഞ്ഞേക്കുന്നത്? റേഡിയസ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവരെ റേഡിയസുമായിട്ടൊന്ന് കണക്ട് ചെയ്തേക്കാം. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ദാറ്റ് മീൻസ് ഈ റെഡ് കളറിലുള്ള ലൈനുകളെല്ലാം എന്താണ്? റേഡിയസ് ആണ്. എന്ത് പറഞ്ഞു? രേഷ്മ ത്രോ എ ബോൾ ടു സൽമ. രേഷ്മ എന്ത് ചെയ്യുന്നു? സൽമയ്ക്ക് ഒരു ബോൾ എറിഞ്ഞു കൊടുക്കുന്നു. ആൻഡ് സൽമ ടു മാൻഡി, മാൻഡി ടു രേഷ്മ. ഓക്കെ, ഇഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രേഷ്മ ആൻഡ് സൽമ എത്രയാണ്? അവർ പറഞ്ഞു 6 മീറ്റർ ആണ്. രേഷ്മയുടെയും സൽമയുടെ ഇടയിലുള്ള ഗ്യാപ്പ് 6 മീറ്റർ ആണത്. ഓൾസോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൽമ ആൻഡ് മാൻജിബും 6 മീറ്റർ ആണ്. അപ്പോൾ ഈ ഗ്രീൻ കളർ ലൈൻസ് എല്ലാം 6 മീറ്റർ ആണ്. റെഡ് കളർ ലൈൻ എല്ലാം എത്രയാണ്? 5 മീറ്റർ ആണ്. ഇതും വന്ന് 5 മീറ്റർ. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രേഷ്മ ആൻഡ് മാൻഡിബ്? രേഷ്മയുടെയും മാൻഡിബിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദ്യം. അതായത് വേണ്ടേ ഈ ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ. ഇതെവിടെയോ വെച്ച് മീറ്റ് ചെയ്തല്ലേ? നമുക്ക് അവനെ ഒന്ന് പി എന്ന് വിളിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞൂടെ? RM എന്ന് പറയുന്നത് ഒരു കോഡാണ്. ആ കോഡിനെ SO എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർലി ബൈസെക്ട് ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു കോഡിന് വരയ്ക്കുന്ന ബൈസെക്ടർ അതെന്ത് ചെയ്യുന്നു? പാസസ് ത്രൂ റേഡിയസ്. പെർപെൻഡിക്കുലർലി വരയ്ക്കുന്നത് പാസസ് ത്രൂ റേഡിയസ്. ഈ SO എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ? അതെ, സോറി, പാസസ് ത്രൂ സെൻറ്റർ. അത് സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നില്ലേ? പോകുന്നുണ്ട്. അതായത് ഇവിടെയുള്ള എല്ലാവരും എന്താണ്? റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ മക്കളെ? RM ആണല്ലേ? RMൻ്റെ നേർപകുതിയാണ് RP എന്ന് മനസ്സിലായല്ലോ? RMൻ്റെ നേർപകുതിയാണെന്ത്? RP. ഞാൻ കാൽക്കുലേഷൻ മാത്രമേ എഴുതാനുള്ളൂ. നോട്ടിൽ ഓരോ എക്സ്പ്ലനേഷനും ഉണ്ടാകും. എങ്ങനെ ചെയ്യാം? 2 ട്രയാങ്കിളുകൾ കൺസിഡർ ചെയ്യുക. എങ്ങനത്തെ 2 ട്രയാങ്കിളുകൾ? നമുക്ക് കണ്ടുപിടിക്കേണ്ടവർ കോമൺ ആയ 2 ട്രയാങ്കിൾ. എനിക്കൊന്നുകിൽ RM ഡയറക്റ്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ RP കണ്ടുപിടിച്ചിട്ട് ട്വൈസ് എടുക്കണം, അല്ലെങ്കിൽ MP കണ്ടുപിടിച്ചിട്ട് ട്വൈസ് എടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് RPനെ പിടിക്കാം. RP ഉള്ള 2 ട്രയാങ്കിൾ ഉണ്ട്. ഒന്ന് മുകളിൽ ആ റെഡ് ഉള്ളതും രണ്ടാമത്തെ താഴെ ആ ഗ്രീൻ ഉള്ളതും. നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്തൂടെ? കൺസിഡർ ട്രയാങ്കിൾ. ആ മുകളിലത്തെ ഇത് ഏതാ? RPO.
ആൻഡ് രണ്ടാമത് നമ്മൾ അതിൻ്റെ നേർ താഴത്തത് ആർ പി എസ്, ഇത് രണ്ടും കൺസിഡർ ചെയ്യുക. ആർ പി ഒയിലെ ബേസ് ആരാ മക്കളെ? ആർ പി അല്ലേ? അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അത് പൈതഗോറസ് ഒബേ ചെയ്യും. അതായത് ആർ പി സ്ക്വയർ പ്ലസ് ഹൈറ്റ് ഏതാ? ഒ പി. ഒ പി എന്ന് വെച്ചാൽ എന്താ മക്കളെ അറിയാവോ? ഇല്ല, പകരം ഒ എസ് ഇത് മുഴുവൻ 5 ആണെന്നറിയാം, അതിലൊരു പാർട്ടാണിതല്ലേ, അതുകൊണ്ട് ഞാൻ അവനെ എക്സ് എന്ന് കൊടുക്കുവാണേ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഏതാ? 5. 5ൻ്റെ സ്ക്വയർ എത്ര? 25. അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്ക്, അവിടുത്തെ ബേസ് എത്ര? അവിടുത്തെയും ബേസ് ആർ പി. ബേസ് ഓൾട്ടിറ്റ്യൂഡൊക്കെ തിരിഞ്ഞാൽ കുഴപ്പമില്ല. അതായത് ആർ പി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ഏതാ? ഇതല്ലേ 90 ഡിഗ്രി. 90 ഡിഗ്രി ടച്ച് ചെയ്ത് കിടക്കുന്ന രണ്ടുപേരെയാണ് ഓൾട്ടിറ്റ്യൂഡ് എന്നും ബേസ് എന്നും വിളിക്കുന്നത്. ബേസായിട്ട് ആർ പി എടുത്താൽ എസ് പി ആണ് ഓൾട്ടിറ്റ്യൂഡ്. എസ് പി എത്ര? ടോട്ടൽ 5 ആണെന്നറിയാം, അതിൽ എക്സ് ഇവിടെ പോയി, മിച്ചം എത്ര ഉണ്ട്? 5 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത്? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആരാ? 6. 6ൻ്റെ സ്ക്വയർ എന്താ? 36. നോക്ക് മക്കളെ, രണ്ടിടത്തും ആരുണ്ട്? ആർ പി സ്ക്വയർ ഉണ്ട്. അപ്പോൾ രണ്ടിടത്തും നമുക്ക് ആർ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എഴുതാം. ആർ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ എന്താകും? 25 മൈനസ് എക്സ് സ്ക്വയർ എന്നാകും. ഇവിടെ എന്താകും? ആർ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 മൈനസ് 5 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാകും. എന്ത് ചെയ്യാം? രണ്ടിടത്തും ആർ പി സ്ക്വയർ അല്ലേ, അതായത് ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്തേ. 25 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 35 മൈനസ് ബ്രാക്കറ്റിൽ എന്തുവാ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ, എ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 25 മൈനസ് 2ab മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു എക്സ്, അതായത് 10x പ്ലസ് ബി സ്ക്വയർ എത്ര? പ്ലസ് എക്സ് സ്ക്വയർ. ബ്രാക്കറ്റൊക്കെ കഴിക്ക്. 25 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 35 മൈനസ് 25 പ്ലസ് 10x മൈനസ് എക്സ് സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് എക്സ് സ്ക്വയറിനെ അപ്പുറം കൊണ്ടുപോകാം, അപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആകും. ക്യാൻസൽ ആയിപ്പോ അല്ലേ? ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ 25 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 35ന്ന് സോറി ഇത് 36 അല്ലേ മക്കളെ? 36ന്ന് 25 പോയാൽ എത്ര? 11 പ്ലസ് 10x മൈനസ് എക്സ് സ്ക്വയർ. പ്ലസ് 11 അപ്പുറം പോയാൽ എന്താകും? മൈനസ് 11 ആകും. അവിടെ ഓൾറെഡി 25 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. പ്ലസ് 11 അപ്പുറം പോകുമ്പോൾ മൈനസ് 11 ആയി. മൈനസ് എക്സ് സ്ക്വയർ അപ്പുറം പോകുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആയി. ഇസ് ഈക്വൽ ടു എന്ത്? 10x. 25ന്ന് 11 പോയാൽ എത്ര? 14. 14 മൈനസ് എക്സ് സ്ക്വയറും പ്ലസ് എക്സ് സ്ക്വയറും കൂടെ പോകും, 10x. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 14/10. വേണമെങ്കിൽ 1.4 എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ എക്സ് കണ്ടുപിടിക്കാനായിരുന്നോ? അല്ല, ക്വസ്റ്റ്യൻ എന്താണ്? RM കണ്ടുപിടിക്കാൻ. RM കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ MP വേണം, അല്ലെ RP വേണം. നമുക്കിപ്പോൾ കിട്ടിയത് എക്സ് ആണ്. എന്ത് ചെയ്യും? ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ RP കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. RP സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 മൈനസ് ഒന്നുകിൽ 1.4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം, അല്ലെങ്കിൽ 14/10 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. എനിക്ക് പോയിന്റഡ് നമ്പേഴ്സിനോട് വലിയ താല്പര്യമില്ല, നിങ്ങളും അങ്ങനെ തന്നെ വിചാരിച്ച് പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ പോയിന്റഡ് നമ്പേഴ്സ് എപ്പോഴും കോംപ്ലക്സ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ 14/10 എന്നാണ് ഉപയോഗിച്ചു. അതായത് RP സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 മൈനസ് 14² 10². അതായത് RP സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 മൈനസ് 196 ഡിവൈഡഡ് ബൈ 100. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? RP സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു 100 എത്ര? 2500 മൈനസ് 196 ഹോൾ ഡിവൈഡഡ് ബൈ 100. എത്ര കിട്ടും? RP സ്ക്വയർ ഇസ് ഈക്വൽ ടു 2304 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 100. നമുക്ക് എന്താ വേണ്ടത്? RP വേണം. RPയുടെ ഇരട്ടി എടുത്താൽ, ട്വൈസ് എടുത്താൽ
നമ്മുടെ ആവശ്യമായത് കിട്ടും. ആർ പി സി ഈക്വൽ ടു സ്ക്വയർ അപ്പുറം പോകുമ്പോൾ എന്താകും? റൂട്ടാകും. റൂട്ട് ഓഫ് 2304 ഡിവൈഡഡ് ബൈ 100. അതായത് റൂട്ട് ഓഫ് 2304 ഡിവൈഡഡ് ബൈ റൂട്ട് 100. മക്കളെ റൂട്ട് ഓഫ് 2304 അറിയാവോ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2304 ആദ്യം എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ 2 കൊണ്ട് ചെയ്യുക. പറ്റും. 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1152 എന്ന് കിട്ടും. എഗെയിൻ 2 കൊണ്ട് ചെയ്യാമെങ്കിൽ 2 കൊണ്ട് ചെയ്യുക. എന്ത് കിട്ടും? 576 എന്ന് കിട്ടി. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാര്യം എന്താ? ലാസ്റ്റ് എൻഡ് വിത്ത് ആൻ ഈവൻ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 288 എന്ന് കിട്ടും. എഗെയിൻ 2 കൊണ്ട് ചെയ്യുക. 144 എന്ന് കിട്ടും. അങ്ങനെ പറ്റുന്നത്രയും സിംപ്ലിഫൈ ചെയ്യുക. പറ്റുന്നത്രയും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പെർഫെക്റ്റ് വാല്യൂ അറിയാവുന്നിടം വെച്ച് നിർത്താം. 144 വെച്ച് വേണമെങ്കിൽ നിർത്താമായിരുന്നു. പക്ഷേ അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9. 9നെ 2 കൊണ്ട് പറ്റത്തില്ല. 3 കൊണ്ട് ചെയ്താൽ 3. മക്കളെ റൂട്ടിൻ്റെ ലോജിക്ക് എന്താ? 2 തവണ വന്നാൽ 1 തവണ എഴുതുക. 2 തവണ 3 വന്നു, അപ്പോൾ 1 തവണ 3 എഴുതി. ഇൻറ്റു 2 തവണ 2 വന്നു, 1 തവണ എഴുതി. എഗെയിൻ 2 തവണ വന്നു, 1 തവണ എഴുതി. എഗെയിൻ 2 തവണ വന്നു, 1 തവണ എഴുതി. പിന്നെയും 2 തവണ വന്നു, 1 തവണ എഴുതി. ഹോൾ ഡിവൈഡഡ് ബൈ 100ൻ്റെ റൂട്ട് എത്ര? 10. മൾട്ടിപ്ലൈ ചെയ്. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 3 48. 48/10. 48/10 എത്ര മക്കളെ? 4.8. അത്രയും മീറ്റർ. എന്ത്? ആർ പിയുടെ വലിയ ആർ പി ആണ് കിട്ടിയത്. ആർ പി ആണോ കണ്ടുപിടിക്കേണ്ടല്ല, ആർ എം. ആർ എം എന്ന് വെച്ചാൽ എന്താ? 2 ടൈംസ് ഓഫ് ആർ പി ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? RM is equal to distance between രേഷ്മ and മാൻഡിബ് is equal to 2 times of RP. അതായത് 2 times of 4.8 എത്ര വരും? 9.6 മീറ്റർ. കിട്ടിയാണ്ടോ? എന്താ മക്കളെ? കോംപ്ലിക്കേറ്റഡ് ലോജിക് ആണോ എന്ന് ചോദിച്ചാൽ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. 2 പൈതഗോറസ് കണ്ടുപിടിച്ച് ഇക്വേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇതിനകത്തുള്ള ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഒരു കോഡിനെ പെർപെൻഡിക്കുലർലി ബൈസെക്ട് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തതായിരുന്നു കഴിഞ്ഞ ദിവസം. എന്താ പറഞ്ഞേക്കുന്നേ? 3 ഗേൾസ് രേഷ്മ, സൽമ ആൻഡ് മാൻഡി ആർ പ്ലേയിങ് ഗെയിം ബൈ സ്റ്റാൻഡിങ് അറൗണ്ട് എ സർക്കിൾ. ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ റേഡിയസ് 5 മീറ്റർ ആണ്. ഡ്രോ ഇൻ എ പാർക്ക്. ഒരു പാർക്കിൽ വരച്ചേക്കുന്ന ഒരു സർക്കുലർ ഷേപ്പിന്റെ കയറി നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യുക? അവര് ബോൾ എറിഞ്ഞ് കളിക്കുക. എവിടെ നിന്ന് അങ്ങോട്ടൊക്കെ? സൽമ മാൻഡിബിന് ഇട്ട് കൊടുക്കുന്നു, മാൻഡിബ് രേഷ്മയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. If the distance between രേഷ്മ and Salma and between Mandip and Salma is 6 meter each. What is the distance between രേഷ്മ and Mandip? നമ്മളപ്പം 3 പേരെ നിർത്തുക. രേഷ്മ, സൽമ ആൻഡ് മാൻഡിപ്. എന്ത് പറഞ്ഞു? രേഷ്മയുടെയും സൽമയുടെയും ഇടയിലുള്ളത് നോക്ക്, സർക്കിളിന്റെ റേഡിയസ് എന്താന്ന് പറഞ്ഞു? 5. നമുക്ക് ഫിഗർ ഒന്ന് വരച്ച് തന്നെ നോക്കാം. നമുക്കൊരു സർക്കിള് ഈ പാർക്കിലാണ് നിന്ന് കളിക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ ആരൊക്കെയുണ്ട്? 3 പേരുണ്ട് അല്ലേ? നമുക്ക് 3 പേരെ നിർത്താം. 3 ഗേൾസ് രേഷ്മ, സൽമ ആൻഡ് മാൻഡിപ്. ഇതേണ്ട, രേഷ്മേനെ ഇവിടെ പിടിച്ച് നിർത്തി, സൽമേനെ ഇവിടെ നിർത്തി, മാൻഡിപ് ഇവിടെ നിൽക്കുമെന്ന് വെച്ചോ. ഓക്കെ, എന്താ പറഞ്ഞത്? റേഡിയസ് എത്രന്ന് പറഞ്ഞു? റേഡിയസ് എത്ര? 5 ആന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് സെന്റർ. അപ്പൊ സെന്ററിൽ നിന്നും ഇവരിലോട്ട് ഓരോരുത്തരിലോട്ടുമുള്ള ദൂരം എത്ര?
5 അല്ലേ? 5. നമുക്ക് ഇവിടെ പേര് ചെയ്ത് വെക്കാം. രേഷ്മ, സൽമ ആൻഡ് മാൻഡിബ്. ഇനി എന്താ പറഞ്ഞത്? അവര് ബോളെറിഞ്ഞാ കളിക്കുന്നത് അല്ലേ? If the distance between Reshma and Salma and between Salma and Mandip is 6. രേഷ്മയും സൽമയും കൂടെയുള്ള ഡിസ്റ്റൻസ് എത്ര? 6. അപ്പൊ റേഡിയസ് 5 ആണ്. റേഡിയസ് 5 ആണ്. ഈ റേഡിയസ് 5 ആണ്. രേഷ്മയും സൽമയും കൂടെയുള്ള ഡിസ്റ്റൻസ് 5 ആണ്. ആൻഡ് സൽമയും മാൻഡിബും കൂടെയുള്ള ഡിസ്റ്റൻസും 5 ആണ്. 6 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ എഴുതി വെച്ചു. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രേഷ്മ ആൻഡ് മാൻഡിബ്? രേഷ്മയും മാൻഡിബും കൂടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് ഈ ഡിസ്റ്റൻസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വേണ്ടേ ഇതേ ഫിഗർ അല്ലേ ഇത് വെച്ചിട്ട് പറയാം. നോക്കടാ മക്കളെ, നമുക്ക് ശരിക്കും എന്താ കണ്ടുപിടിക്കണ്ടേ? ആർ എം എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആർ എം എത്ര ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ അതിനു വേണ്ടിയിട്ട് ആദ്യം രേഷ്മ സൽമ ആ കണക്ഷൻ ഇല്ലേ, ആ കണക്ഷന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവാം. ആ കണക്ഷൻ എന്ത് ചെയ്യാൻ പോവാണ്? ആ കണക്ഷന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഓക്കെ, അതാണ് ഒ എൽ. അതാണ് എന്ത്? ഒ എൽ. അറിയോ? ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്നു, ദേണ്ടേ ഈ ലൈൻ കണ്ടോ മക്കളെ? ആർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതിന് വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഇതെന്ന് പറയുക. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. കാര്യം എന്താ? ഇത് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോയില്ലേ? അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നേ ഉള്ളൂ. വേണ്ട, ഞാൻ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാം. ഈ ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ,